അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഉണ്ട് അതേ പെട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. അപ്പം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോട്ടോ, പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതേ പെട്ടി പുറത്തോട്ട് ഇറക്കിയപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായില്ല എന്താണെന്ന്. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ് കേട്ടോ ഞാൻ മാട്രസ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ അൺബോക്സിങ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മുത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കണം. മുത്തിൻ്റെ പെട്ടിൻ്റെ അരിയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് മുത്ത് ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേറെ എക്സൈറ്റ്മെൻറ്റ് അല്ലാണ്ട് പൊട്ടിച്ചിട്ടില്ല. 6 മണിക്കൂറിനുള്ളിൽ ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇവൻ വേഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടി പൊട്ടിച്ച് നമുക്ക് നോക്കണം. അങ്ങനെ മുത്ത് ദേ അകത്തോട്ട് കയറി. താങ്ക് യു. പെട്ടി കണ്ടതും മൊത്തം കിളിപാറിയ അവസ്ഥയിലായിരുന്നിട്ട് നമ്മുടെ മുത്ത്. ഭയങ്കര സന്തോഷമായിട്ടാ. ഞാൻ അതിലേറെ സന്തോഷം, അവൻ്റെ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പകുതി ഹാപ്പിയായി. എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് എന്തായാലും കൊച്ച് ഹാപ്പി ആയില്ല. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോയിട്ടാ. അങ്ങനെ മാട്രസ് നമ്മൾ പൊക്കി കൊണ്ടുപോയി മുമ്പശത്തൊരു പായൊക്കെ വിരിച്ചിട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ട് അൺബോക്സിങ് ചെയ്യാമോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ നിങ്ങൾ പെട്ടി പൊക്കി കൊണ്ടുപോകണം കേട്ടോ. പണിയുടെ ഇടയിൽ ഈ പണിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് ഓർത്തിട്ടൊക്കെ ഒന്നും പിള്ളേർക്ക് ഇപ്പം തന്നെ പൊട്ടിച്ചിനകത്ത് കിടന്നാലാണ് സമാധാനം. ഇതുവരെ ഇങ്ങനെ കുളിക്കാൻ മടിയോളം മിക്കോ ഇന്നത്തെ ദിവസം വേഗം പോയി കുളിച്ച് വൃത്തിയായി പെരയൊക്കെ സ്വന്തമായിട്ട് തന്നെ തുടച്ചൊക്കെ ഇട്ട് പുതിയ ബെഡൊക്കെ ഇടണല്ലേ. ഇത്രയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ കോച്ചിയെ. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കട്ട് ചെയ്ത് തുറന്നൊക്കെ എടുക്കേണ്ട. പെട്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, പെട്ടി പൊട്ടിച്ചേക്കണ പോലെയൊക്കെ ഒരു തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിട്ടില്ല. മാട്രസ് അല്ല ഇത്രയും വലിയൊരു കമ്പനി അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പെട്ടിയിൽ നിന്ന് പുറത്ത് സംഭവം എടുത്തു. ഇനിയിപ്പോൾ റിട്ടേൺ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ സമാധാനം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പുറത്തോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടൊക്കെ സെയിൽ ചെയ്തിട്ടൊക്കെ സംഭവം വെച്ചിട്ടുണ്ട്. ഒരു കട്ടിങ് ബ്ലേഡും ഉണ്ട്. അപ്പോൾ ഭയങ്കര സംഭവമായിട്ട് ബുക്കും കാറ്റലോഗൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പക്ക ഒറിജിനലിന് വെട്ടണതിനും പോലെ തന്നെ സംഭവം. അപ്പം നമ്മളിത് ഒറിജിനൽ തന്നെയാണെന്നാണ് എൻ്റെ ഉള്ളിലും. നമ്മളിത് പെട്ടി ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവ്യൂസും കാര്യങ്ങളും കണ്ടേക്കണ പോലത്തെ ഒരു ലുക്കല്ല. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാത്ത വിധത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണത്. കളർ വൈസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫോമും എല്ലാ കാര്യങ്ങളും പക്ക മാട്രസിനോട് മുട്ടി നിൽക്കണ പോലെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേക്കണതാണ്. ഏകദേശം ഒരു 9,000-നരികത്തുണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പക്ഷേ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഓർഡർ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലിങ്ക് കൊടുക്കുന്നത്. ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതിനകത്ത് കയറിയിട്ട് ഓർഡർ ആക്കരുത്. ഇത് ഫേക്ക് പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് ശീലും കാര്യങ്ങളൊക്കെ തുറന്ന് കേസ് എന്തോ ഒരു പ്രതീക്ഷയായിരുന്നു. എൻ്റെ മോനിൽ നിന്നും കിടന്ന് ഉറങ്ങുമോ എന്നൊക്കെ ഞാൻ ഉറങ്ങണതൊക്കെ ഞാൻ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവനത് നമുക്ക് കിടക്കുമ്പോൾ സന്തോഷിക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ പെട്ടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ബെഡിൻ്റെ ആ ഒരു ഫോമിലോട്ട് വന്നിട്ട് ഇറക്ക പോണതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. അപ്പം ഞാൻ ഓർത്തത് സംഭവം മാട്രസ് തന്നെ, പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ. പക്ഷെ തുറന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളുടെ വ്യത്യാസം കണ്ടപ്പോൾ തോന്നി ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ സൈഡിലൊരു സിബ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാനത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തുറന്ന് നിങ്ങളെ കാണിച്ച് തരാം. ഇതൊന്ന് തുറക്കട്ടെ കേട്ടോ ആദ്യം. അപ്പം മിക്കൂസാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒച്ചപ്പാടും ബഹളവും ബെഡുമൊക്കെ എടുക്കാൻ പോണതിൻ്റെ തള്ളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. നമ്മളങ്ങനെ ഭയങ്കര ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിച്ച കാരണം അവനെ കൊണ്ട് തന്നെ ഫസ്റ്റ് കട്ടിങ് അവനെ കൊണ്ട് തന്നെ പൊടിപ്പിച്ച് കട്ട് ചെയ്ത് ബാക്കിയൊക്കെ അതിനുശേഷം കട്ട് ചെയ്ത് ഇതേ നമ്മൾ തുറക്കേണ്ട. 2016 ഇത്രയും ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തന്നെ ഉണ്ടാവും. ലാസ്റ്റിൽ മുട്ടൻ ഡാറിൻ്റെ പണിയായിപ്പോയി കിട്ടിയത്. നമ്മ ഇത് മുഴുവൻ തുറന്ന് എല്ലാ കവറൊക്കെ അഴിച്ച് പറിച്ചൊക്കെ എടുത്ത് ഇത് മാട്രസ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു നിമിഷം വരെ, തുറക്കണ നേരം വരെ. ഇനിയാണ് അങ്ങോട്ട് കളികൾ മാറാൻ പോകുന്നത്. ഇനി കണ്ടോട്ടാ നമ്മൾക്ക്.
അപ്പോൾ മാട്രസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പോലെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള 2 പിടിയും കാര്യങ്ങളൊക്കെ ആമാടെ പോലെ തന്നെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ട ഗൈസ് 2 സ്പോഞ്ചും കഷ്ണമുണ്ട്. ഇത് 2 ആഴ്ചക്കുള്ളിൽ ഇത് അട പോലെ ആവും. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തേക്കാണ്. ഈ സംഭവം ഇതെന്താണ് എനിക്ക് തോന്നണത്, ഇതിനിടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പെട്ടിയിൽ ഒറിജിനൽ സംഭവം മാറ്റിയിട്ട് മോശം സാധനത്തിനകത്തോട്ട് കയറ്റിയതാവാം. എന്താ സംഭവിച്ചതൊന്നും എനിക്ക് ഒരൊറ്റ പിടുത്തം കിട്ടണില്ല. പക്ഷേ എനിക്ക് ഞാനത് അങ്ങനെ ഞാൻ സീൽ ചെയ്തിട്ട് ബെഡ്റൂമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങടെ അനുവദിക്കണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു തകരാറ് എവിടെയോ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവനിത് കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്നെ പറ്റിച്ചേക്കണത് തന്നെയാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേഗം റിട്ടേൺ ആക്കിക്കോട്ടെ, 6 മണിക്കൂർ കഴിഞ്ഞിപ്പം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, അപ്പോൾ വേഗം റിട്ടേൺ അടിച്ചോളാൻ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബ്ലേഡും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് നിസ്സഹായോടെ ഇരിക്കേണ്ട. ഇപ്പോൾ ഇനി വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയിപ്പോൾ പോയിക്കൊണ്ട് പൊറോട്ട ചില്ലി ചിക്കൻ അങ്ങോട്ട് കഴിച്ചതിൻ്റെ സങ്കടം മാറ്റി. ഇത് എനിക്ക് കുരക്കിന്ന് ഇറങ്ങണില്ലട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടാറ് പണിയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഒന്നും പോയിക്കൊണ്ട് മാട്രസിൻ്റെ ഒന്നും ഓർഡർ ചെയ്തിട്ടാണ്. എനിക്ക് മണ്ടത്തരം പറ്റി, എന്നെ പോലെ മണ്ടത്തരം പറ്റണവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ട്, ആ ലിങ്കിലൊന്നും കയറി ആരും ഓർഡർ ആക്കരുതട്ടെ. ഇരിക്കണ ഇരിപ്പ് നോക്കി മുതൽ ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേണും കൊണ്ടുപോകുള്ളൂ. ഇതും വലിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാനിപ്പോൾ ഈ വീട് മുഴുവനും.